നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. 4 വർഷത്തിലേറെയായി COVID-19 മഹാമാരിക്കെതിരെ പോരാടിയ ശേഷം ഈ വേനൽക്കാലത്ത് വന്നേക്കാവുന്ന മറ്റൊരു തരംഗത്തെ നേരിടാൻ ഒരുങ്ങുകയാണ് ലോകം. 2019 ചൈനയിലെ വുഹാനിലാണ് കൊറോണ വൈറസ് കാരണമാകുന്ന SARS-CoV-2 ആദ്യമായി തിരിച്ചറിഞ്ഞത്. അതിനുശേഷം വൈറസ് പരിവർത്തനം ചെയ്യപ്പെടുകയും പുതിയ വകഭേദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതാകട്ടെ മനുഷ്യരാശിക്ക് ഭീഷണിയാകുന്ന തരത്തിൽ മാറുകയായിരുന്നു. സമീപകാല റിപ്പോർട്ടുകളിൽ US-ലും UK-യിലും COVID-19 കേസുകളിൽ വൻ വർധന കാണിക്കുന്നതായി ലോകാരോഗ്യ സംഘടന പറയുന്നു. ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്ത KP.3 വകഭേദമാണ് നിലവിൽ പ്രബലമായത്. ഇത് മൊത്തത്തിൽ ഫ്ലർട്ട് എന്നറിയപ്പെടുന്നു. വേരിയേഷന്റെ ജനിതക കോഡിലെ മ്യൂട്ടേഷനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വകഭേദങ്ങളുടെ പേരുകൾ നിശ്ചയിക്കുന്നത്. 2014 ഏപ്രിൽ വരെ UK-യിലെ കോവിഡ് കേസുകളിൽ 40% കാരണമായത് ഫ്ലർട്ട് വകഭേദമായിരുന്നു. KP.1, KP.3, KP.2 വകഭേദങ്ങളാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. COVID-19 അടിസ്ഥാനപരമായ ലക്ഷണങ്ങൾ ഈ വകഭേദത്തിനുമുണ്ട്. എന്നാൽ ചില വകഭേദങ്ങൾ പുതിയ ലക്ഷണങ്ങൾ കൂടി ചേർക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ കോവിഡിൻ്റെതായി ശ്രദ്ധിക്കപ്പെടേണ്ട ലക്ഷണങ്ങൾ പനി, ശരീരവേദന, അസ്വസ്ഥത, സന്ധിവേദന, തലവേദന, തലകറക്കം, ഛർദി, രുചിയും മണവും നഷ്ടമാകൽ, ബ്രെയിൻ ഫോഗിംഗ്, കടുത്ത ക്ഷീണം, കണ്ണിന് പുറകിൽ വേദന, വയറിളക്കം എന്നിവയാണ്. UK-യിലും US-ലും പുതിയ കോവിഡ് കേസുകൾ കാരണം KP.2, KP.3 വകഭേദങ്ങളാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി UK-യിലെ കോവിഡ് കണക്കുകളിൽ 44% വർധനയാണ് കാണിക്കുന്നത്. UKHSAയുടെ പുതിയ കണക്കുകൾ പ്രകാരം ഞായറാഴ്ച വരെ ആശുപത്രി പ്രവേശനത്തിൽ 24% വർധന. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരിൽ കൂടുതലും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. എന്നിരുന്നാലും 65 മുതൽ 84 വരെ പ്രായമുള്ളവരും യുവാക്കളും ചികിത്സ തേടിയവരിൽ പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.